ഹലോ ഫ്രണ്ട്സ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ പാർട്ട് 14 വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോയിൽ റോളിംഗ് മോഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുള്ള എല്ലാത്തരം കോൺസെപ്റ്റുകളും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യും. നമുക്ക് പഠിച്ചു തുടങ്ങാം. റോളിംഗ് മോഷൻ നമ്മൾ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു മോഷനാണ് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഉരുണ്ടു പോവുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ടയർ ഉരുണ്ടു പോകുന്നു, അല്ലെങ്കിൽ ബോൾ ഉരുണ്ടു പോകുന്നു. ഇതൊക്കെ റോളിംഗ് മോഷൻസ് ആണ്. ശരിയല്ലേ? ഈ ചാപ്റ്ററിൻ്റെ തുടക്കത്തിലാണെങ്കിൽ നമ്മൾ റോളിംഗ് മോഷനെ കുറിച്ച് കേട്ടായിരുന്നു. റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് രണ്ട് മോഷൻസിൻ്റെ കോമ്പിനേഷൻ ആണ്. ഏതൊക്കെയാണ് രണ്ട് മോഷൻസ്? റൊട്ടേഷണൽ മോഷനും അതുപോലെ ട്രാൻസ്ലേഷണൽ മോഷനും. ഈ രണ്ട് മോഷൻസിൻ്റെ കോമ്പിനേഷനാണ് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. ശരിയല്ലേ? സോ റൊട്ടേഷണൽ മോഷൻ പ്ലസ് ട്രാൻസ്ലേഷണൽ മോഷനാണ് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. എന്താണ് റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റൊട്ടേഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറങ്ങുക. ശരിയല്ലേ? ഒരു ഫിക്സ്ഡ് ആക്സിൽ വസ്തു കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷണൽ മോഷൻ. ഇനി എന്താണ് ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ട്രാൻസ്ലേഷണൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരങ്ങിപ്പോവുക. അപ്പോൾ ബോഡി നിരങ്ങിപ്പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷണൽ മോഷൻ. സോ ഒരു വസ്തു ഫിക്സ്ഡ് ആക്സിൽ കിടന്ന് കറങ്ങുന്നതിനെ വിളിക്കുന്ന പേരാണ് റൊട്ടേഷണൽ മോഷൻ. അതുപോലെ നിരങ്ങിപ്പോകുന്നതിനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷണൽ മോഷൻ. ഈ രണ്ട് മോഷന്റെ കോമ്പിനേഷനാണ് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്. ഇനിയാണെങ്കിൽ ഒരു ബോഡി നിരങ്ങിപ്പോകുമ്പോൾ നമുക്കറിയാം അതിലെ എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ വെലോസിറ്റി ആയിരിക്കും. ശരിയല്ലേ? ഇവിടെ നടുക്കാണ് സെൻറ്റർ ഓഫ് മാസ് ഇരിക്കുന്നത്. സോ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി നമുക്ക് VCM എന്ന് പറയാം. വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ഈ വെലോസിറ്റി തന്നെയായിരിക്കും എല്ലാ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി. ശരിയല്ലേ? ഒരു ബോഡി റിജിഡ് ബോഡിയാണ്. റിജിഡ് ബോഡി ട്രാൻസ്ലേഷൻ മോഷനിൽ ഏർപ്പെടുമ്പോൾ ട്രാൻസ്ലേഷൻ മോഷൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കേട്ടതാണ്. ട്രാൻസ്ലേഷൻ മോഷനിൽ എല്ലാ പാർട്ടിക്കിൾസിനും, ഈ ബോഡി ഉണ്ടാക്കിയിരിക്കുന്ന എത്ര പാർട്ടിക്കിൾസ് ആണോ ആ എല്ലാ പാർട്ടിക്കിൾസിനും ഒരേ വെലോസിറ്റി ആയിരിക്കും. ശരിയല്ലേ? സോ ഇവിടുത്തെ വെലോസിറ്റി VCM ആണ്, ഇവിടുത്തെ വെലോസിറ്റി VCM ആണ്. അങ്ങനെ ഏത് പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാലും ആ പാർട്ടിക്കിൾസിൻ്റെ എല്ലാം വെലോസിറ്റി എന്താണ്? സെയിം ആണ്. ശരിയല്ലേ? എങ്കിൽ ഇത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ലേഷണൽ മോഷൻ. സോ ഇവിടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി നമ്മൾ VCM എടുത്തു കഴിഞ്ഞാൽ എല്ലാ പാർട്ടിക്കിൾസിൻ്റെ വെലോസിറ്റി എത്രയായിരിക്കും? VCM ആയിരിക്കും. ശരിയല്ലേ? പക്ഷേ അതുപോലെയാണോ റൊട്ടേഷണൽ മോഷനിൽ? അല്ല. ഇവിടെ പാർട്ടിക്കിൾസിനാണെങ്കിൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ആണ്. ശരിയല്ലേ? റൊട്ടേറ്റ് ചെയ്യുന്ന സർക്കിളിന് ടാൻജൻഷ്യലായിട്ടാണ് വെലോസിറ്റി വെക്ടർ പോകുന്നത്. സോ ഈ സർക്കിളിൻ്റെ ആണെങ്കിൽ റേഡിയസ് എടുക്കാൻ പോവുകയാണ്. ഈ പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുന്ന സർക്കിളിൻ്റെ റേഡിയസ് ആണ് R എങ്കിൽ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? R ഒമേഗയാണ്. ശരിയല്ലേ? V = R ഒമേഗ. സോ ഇവിടുത്തെ വെലോസിറ്റിയും എത്ര തന്നെയാണ്? V = R ഒമേഗയാണ്. ശരിയല്ലേ? ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? V = R ഒമേഗ. ശരിയല്ലേ? സോ വ്യത്യസ്ത റേഡിയസിലാണെങ്കിൽ വ്യത്യസ്തങ്ങളായിരിക്കും ആരുടെ വാല്യൂ? വെലോസിറ്റി വെക്ടറിൻ്റെ വാല്യൂ. ശരിയല്ലേ? ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഈ 4 പാർട്ടിക്കിൾസും ഒരേ റേഡിയസിലാണ് കിടന്ന് കറങ്ങുന്നത്. അതുകൊണ്ടാണ് ഇവയുടെ എല്ലാം വെലോസിറ്റി V = R ഒമേഗ ആയത്. ശരിയല്ലേ? ഇനി ഞാൻ ഇവിടെ ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ പാർട്ടിക്കിൾ കറങ്ങുന്നത് വേറൊരു റേഡിയസിലായിരിക്കും. ശരിയല്ലേ? R2 എന്ന റേഡിയസിലാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി വ്യത്യസ്തമായിരിക്കും. അത് കറങ്ങുന്ന സർക്കിൾ വേറെയാണ്. സോ അതിൻ്റെ വെലോസിറ്റി വേറെതാണ്. ശരിയല്ലേ? സോ ഈ പാർട്ടിക്കിൾസ് എല്ലാം, ഞാൻ എടുത്തിരിക്കുന്ന ഈ പാർട്ടിക്കിൾസ് എല്ലാം സെയിം റേഡിയസിലുള്ളതാണ്. അതുകൊണ്ട് അവയുടെ എല്ലാം വെലോസിറ്റി V = R ഒമേഗയാണ്. ശരിയല്ലേ? ഇനി നമുക്കറിയാം ഈ രണ്ട് മോഷൻസ് കൂടിച്ചേർന്നാണ് റോളിംഗ് മോഷൻ ഉണ്ടാകുന്നത്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ നമുക്ക് ആദ്യമേ റൊട്ടേഷണൽ മോഷൻ വരയ്ക്കാം. സോ ഇത് റൊട്ടേഷണൽ മോഷനാണ്. നമുക്ക് ആ 4 പാർട്ടിക്കിൾസും ഉണ്ട്. അവയുടെ വെലോസിറ്റി എത്രയാണ്? R ഒമേഗ. ശരിയല്ലേ? സോ ഈ ഓരോ വെലോസിറ്റി എത്രയാണ്? R ഒമേഗ വെച്ചാണ്. ശരിയല്ലേ? ഇനിയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ട്രാൻസ്ലേഷൻ മോഷൻ വരയ്ക്കാം. ശരിയല്ലേ? സോ ഇവിടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി എത്രയാണ്? VCM ആണ്. ശരിയല്ലേ? സോ ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ്. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയാണ് വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ്. ശരിയല്ലേ? എത്രയാണ്? VCM. ശരിയാണോ? ഇനി ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാലോ? ഈ പോയിന്റ് വെലോസിറ്റി ഇങ്ങോട്ടാണ്. ശരിയല്ലേ? എത്രയാണ്? VCM. ഈ പോയിന്റിലാണെങ്കിലോ? ഈ പോയിന്റിൽ വെലോസിറ്റി VCM തന്നെയാണ്. ശരിയല്ലേ? എത്രയാണ്? VCM. ഇനി ഈ പോയിന്റിലാണെങ്കിലോ? ഈ പോയിന്റിൽ വെലോസിറ്റി നേരെ തന്നെയാണ്. ശരിയല്ലേ? എത്രയാണ്? VCM. റോളിംഗ് മോഷനിൽ ട്രാൻസ്ലേഷണൽ മോഷൻ്റെയും അതുപോലെ റൊട്ടേഷണൽ മോഷൻ്റെയും കോമ്പിനേഷനാണ്. സോ അവയുടെ വെലോസിറ്റി എന്ത് ചെയ്യും? കമ്പൈൻ ചെയ്ത് പറയേണ്ടി വരും. ശരിയല്ലേ? സോ ഈ പോയിന്റ് നോക്കി, ഇവിടെയാണെങ്കിൽ നമുക്ക് രണ്ട് വെലോസിറ്റി ഉണ്ട്. ആ രണ്ട് വെലോസിറ്റിയും സെയിം ഡയറക്ഷനിലാണ്. ശരിയല്ലേ? ഏതൊക്കെയാണ്? VCM-ഉം R ഒമേഗയും സെയിം ഡയറക്ഷനിലാണ്. സോ ഇവിടുത്തെ വെലോസിറ്റി VCM + R ഒമേഗ ആയിരിക്കും. ഇവിടെയാണെങ്കിലോ? VCM മുന്നോട്ടും R ഒമേഗ പിന്നിലേക്കുമാണ്. ശരിയല്ലേ? അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് വെലോസിറ്റി VCM - R ഒമേഗയാണ്. ശരിയല്ലേ? ഈ പോയിന്റിലോ?
ഈ പോയിന്റിലാണെങ്കിൽ വി സി എം ഇങ്ങോട്ടും ആർ ഒമേഗ ഇങ്ങോട്ടുമാണ്. ശരിയല്ലേ? സോ നമുക്കിവിടെ വെക്ടർ സം എടുക്കേണ്ടി വരും. കാര്യം എന്താണ്? ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരലൽ വെക്ടേഴ്സ് അല്ല, ഇതുപോലെയല്ല. ശരിയല്ലേ? വെറുതെ നമുക്ക് കൂട്ടാനോ കുറയ്ക്കാനോ കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെയാണെങ്കിൽ നമ്മൾ വെക്ടർ സം എടുക്കേണ്ടി വരും. ശരിയല്ലേ? സോ നമുക്ക് പാരലലോഗ്രാമിൽ വെച്ചാണെങ്കിൽ വെക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ വെലോസിറ്റി കിട്ടും. ശരിയല്ലേ? സോ ഓരോ പോയിന്റിലെ വെലോസിറ്റിയും വ്യത്യസ്തമാണ്. ഇത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് റോളിംഗ് മോഷൻ. ശരിയല്ലേ? സോ റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ലേഷണൽ മോഷൻ്റെയും അതുപോലെ റൊട്ടേഷണൽ മോഷൻ്റെയും കോമ്പിനേഷൻ ആണ്. റോളിംഗ് മോഷനിൽ ട്രാൻസ്ലേഷണൽ മോഷൻ്റെ വെലോസിറ്റി വെക്ടറും റൊട്ടേഷണൽ മോഷൻ്റെ വെലോസിറ്റി വെക്ടറും വെക്ടോറിക്കലി ആഡ് ചെയ്താണ് ഓരോ പോയിന്റിൻ്റെയും വെലോസിറ്റി പറയുന്നത്. ശരിയല്ലേ? സോ ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? ഇവിടുത്തെ വെലോസിറ്റി വി സി എം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ വെലോസിറ്റി വി സി എം തന്നെ ആയത്? കാരണമാണെങ്കിൽ റോളിംഗ് മോഷനിൽ സെൻറ്റർ ഓഫ് മാസിലെ പാർട്ടിക്കിളിന് വെലോസിറ്റി ഇല്ല. ശരിയല്ലേ? ഇവിടുത്തെ വെലോസിറ്റി എത്രയാണ്? 0 ആണ്. അതുകൊണ്ടാണ് ഈ 0 പ്ലസ് വി സി എം എത്രയാണ്? വി സി എം കിട്ടിയത്. ശരിയല്ലേ? പിന്നീടുള്ള ഓരോ പാർട്ടിക്കിൾസിനും ഈ രണ്ട് വെലോസിറ്റി വെക്ടർ സം ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ വെലോസിറ്റി കാണിക്കുന്നത് എവിടെയാണ്? ഈ പോയിന്റിലാണ്. ശരിയല്ലേ? റോളിംഗ് മോഷനിൽ ഏറ്റവും വലിയ വെലോസിറ്റി കാണിക്കുന്നത് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആയിരിക്കും. ഏറ്റവും ചെറിയ വെലോസിറ്റി കാണിക്കുന്നത് ഈ തറയുമായി കോണ്ടാക്ട് ചെയ്യുന്ന ഈ കോണ്ടാക്ട് പോയിന്റിലായിരിക്കും. സോ റോളിംഗ് മോഷനിൽ പ്രധാനപ്പെട്ട രണ്ട് പോയിന്റുകളാണ് ഇവ. ഏതൊക്കെയാണ്? ടോപ്പ് മോസ്റ്റ് പോയിന്റ്. ആ ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ മാക്സിമം വെലോസിറ്റി ആയിരിക്കും. അതുപോലെ മിനിമം വെലോസിറ്റി എവിടെയാണ്? ബോട്ടം പോയിന്റിൽ. ശരിയല്ലേ? നമ്മൾ ഭൂമിയുമായിട്ട് കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിലാണ് ഏറ്റവും ചെറിയ വെലോസിറ്റി കാണുന്നത്. ശരിയല്ലേ? ഇനി സെൻറ്റർ ഓഫ് മാസിലാണെങ്കിൽ എപ്പോഴും ട്രാൻസ്ലേഷൻ മോഷൻ മാത്രമേ കാണത്തുള്ളൂ. ശരിയല്ലേ? അതുകൊണ്ട് അവിടുത്തെ വെലോസിറ്റി എത്രയായിരിക്കും? എപ്പോഴും വി സി എം ആയിരിക്കും. സോ ഇത്രയും കാര്യം മനസ്സിലായല്ലോ. നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റോളിംഗ് മോഷനെ കുറിച്ചാണ്. റോളിംഗ് മോഷൻ പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാണ് പ്യുവർ റോളിംഗ് മോഷൻ, അല്ലെങ്കിൽ അതിന് മറ്റൊരു പേര് പറയും റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഇനി മറ്റൊരു റോളിംഗ് മോഷനാണ് റോളിംഗ് വിത്ത് സ്ലിപ്പിംഗ്. നമുക്ക് നോക്കാം എന്താണ് പ്യുവർ റോളിംഗ് മോഷൻ അഥവാ റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ് എന്തെന്ന് നോക്കാം. ഈ റോളിംഗ് മോഷനിൽ ആർ ഒമേഗയുടെ വാല്യൂവും അതുപോലെയാണെങ്കിൽ വി സി എമ്മിൻ്റെ വാല്യൂവും ഈക്വൽ ആണെന്ന് കരുതുക. എന്താണ്? ഈ വി സി എമ്മിൻ്റെ വാല്യൂവും ആർ ഒമേഗയുടെ വാല്യൂവും ഈക്വൽ ആണെങ്കിൽ ഏറ്റവും ബോട്ടം പോയിന്റിൽ, അതായത് ഭൂമിയുമായിട്ട് ടച്ച് ചെയ്യുന്ന ഈ പോയിന്റിൽ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും. ശരിയല്ലേ? കാരണം എന്താണ്? ഈ രണ്ട് വെക്ടർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയി മാറും. ശരിയല്ലേ? അതുകൊണ്ട് ബോട്ടം പോയിന്റിലെ വെലോസിറ്റി എത്രയാണ്? വെലോസിറ്റി ബോട്ടം ഈസ് ഈക്വൽ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ ബോട്ടം പോയിന്റിലെ വെലോസിറ്റി 0 ആണെങ്കിൽ ഫ്രിക്ഷൻ വല്ല ആക്ട് ചെയ്യുമോ? ഇല്ല. ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മാത്രമേ കാണത്തുള്ളൂ. ശരിയല്ലേ? ഇവിടെ മോഷൻ ഇല്ലാത്തതുകൊണ്ട്, ഈ പോയിന്റിന് മോഷൻ ഇല്ലാത്തത് കൊണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ ഫ്രിക്ഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. ശരിയല്ലേ? സോ നമുക്കറിയാം ഒരു ബോഡി റെസ്റ്റിലാണെങ്കിൽ, ഒരു പോയിന്റ് റെസ്റ്റിലാണെങ്കിൽ അതിന് കൈനറ്റിക് ഫ്രിക്ഷൻ ഒന്നും കാണത്തില്ല. പിന്നീട് എന്തേ കാണത്തുള്ളൂ? സ്റ്റാറ്റിക് ഫ്രിക്ഷനെ കാണത്തുള്ളൂ. ശരിയല്ലേ? നമുക്കറിയാം സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് അഡ്ജസ്റ്റിംഗ് ആണ്. അത് കൊടുക്കുന്ന എക്സ്റ്റേണൽ ഫോഴ്സ് അനുസരിച്ച് ആരുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ശരിയല്ലേ? നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഈ ബോഡിയിലോട്ട് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യുന്നില്ല എങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. അതായത് നമുക്ക് പറയാം ബോഡിയിലോട്ട് യാതൊരു ഫ്രിക്ഷനും ആക്ട് ചെയ്യുന്നില്ല. എങ്കിൽ ഇത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് പ്യുവർ റോളിംഗ് മോഷൻ. സോ പ്യുവർ റോളിംഗ് മോഷനിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ എത്ര വെലോസിറ്റി ആയിരിക്കും? നമുക്കറിയാം ഈ രണ്ട് വെലോസിറ്റി സെയിം ആണ്. ശരിയല്ലേ? ആർ ഒമേഗയും വി സി എമ്മും സെയിം ആണ്. സോ ഇവിടുത്തെ വെലോസിറ്റി വി സി എം പ്ലസ് ആർ ഒമേഗയാണ്. ശരിയല്ലേ? നമുക്ക് വേണമെങ്കിൽ ഈ ആർ ഒമേഗയ്ക്ക് പകരം എന്ത് പറയാം? വി സി എം എന്ന് പറയാം. ശരിയല്ലേ? സോ വി സി എം പ്ലസ് വി സി എം എത്രയാണ്? 2 വി സി എം. സോ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി എത്രയാണ്? 2 വി സി എം. എന്ത് മോഷനിലാണ്? പ്യുവർ റോളിംഗ് മോഷനിൽ ടോപ്പ് മോസ്റ്റ് പോയിന്റിലെ വെലോസിറ്റി 2 വി സി എം ആയിരിക്കും. ശരിയല്ലേ? ഇനി ബോട്ടം പോയിന്റിലാണെങ്കിലോ ബോട്ടം പോയിന്റിലെ വെലോസിറ്റി വാല്യൂ 0 ആയിരിക്കും. ശരിയല്ലേ? ഈ നടുക്കത്തെ പോയിന്റിലോ സെൻറ്റർ ഓഫ് മാസിലാണെങ്കിൽ എപ്പോഴും എത്രയായിരിക്കും വെലോസിറ്റി? വി സി എം തന്നെയായിരിക്കും. ശരിയല്ലേ? സോ സെൻറ്റർ ഓഫ് മാസിൽ വി സി എം തന്നെയായിരിക്കും. ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ മാക്സിമം വെലോസിറ്റി ആയി 2 വി സി എം വരും. ബോട്ടം പോയിന്റിലാണെങ്കിൽ വെലോസിറ്റിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ശരിയല്ലേ? എങ്കിൽ ഇത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് പ്യുവർ റോളിംഗ് മോഷൻ. അല്ലെങ്കിൽ അതിന് മറ്റൊരു പേരുണ്ട് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. ഈ സ്ലിപ്പിംഗ് എന്താണ് നമുക്ക് അടുത്ത ഭാഗം പഠിക്കുമ്പോൾ മനസ്സിലാവും. ശരിയല്ലേ? സോ ഇത്രയും കാര്യം മനസ്സിലായോ? പ്യുവർ റോളിംഗ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ ആർ ഒമേഗയുടെ വാല്യൂവും
അതായത് റൊട്ടേഷണൽ മോഷൻ്റെ വെലോസിറ്റി വെക്ടറാണ് ആർ ഒമേഗ, അതിൻ്റെ വാല്യൂവും സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയും ഈക്വൽ ആയിരിക്കും. ശരിയല്ലേ? അതിൻ്റെ ഫലമായിട്ട് ബോട്ടം പോയിന്റിൽ അഥവാ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിൽ എന്തുണ്ടാകത്തില്ല? വെലോസിറ്റി ഉണ്ടാകത്തില്ല. അതിൻ്റെ ഫലമായിട്ട് ഫ്രിക്ഷൻ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. അതുകൊണ്ട് സ്ലിപ്പിംഗ് ഉണ്ടാകത്തില്ല. എങ്കിൽ ഇത്തരം മോഷനെ വിളിക്കുന്ന പേരാണ് പ്യുവർ റോളിംഗ് മോഷൻ. ഓക്കെ ആണല്ലോ? കോൺസെപ്റ്റ് പിടികിട്ടിയല്ലോ? അടുത്തത് നമുക്ക് നോക്കാം, എന്താണ് റോളിംഗ് വിത്ത് സ്ലിപ്പിംഗ്. സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? തെന്നിപ്പോവുക. ശരിയല്ലേ? അതായത് തെന്നുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുതരം ട്രാൻസ്ലേഷണൽ മോഷനാണ്. ശരിയല്ലേ? സോ റോളിംഗ് വിത്ത് സ്ലിപ്പിംഗ് എന്താണെന്ന് നോക്കാം. റോളിംഗ് വിത്ത് സ്ലിപ്പിങ്ങിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. അതിൽ ഒന്നാണ് ഫോർവേഡ് സ്ലിപ്പിംഗ്, മറ്റൊന്നാണ് ബാക്ക്വേർഡ് സ്ലിപ്പിംഗ്. നമുക്ക് നോക്കാം എന്താണ് ഫോർവേഡ് സ്ലിപ്പിംഗ്, എന്താണ് ബാക്ക്വേർഡ് സ്ലിപ്പിംഗ്. ഇനി കരുതുക ഇവിടുത്തുള്ള വി സി എമ്മിൻ്റെ വാല്യൂ വലുതാണെന്ന് കരുതുക. ആരെക്കാളും? ആർ ഒമേഗയെക്കാളും വി സി എമ്മിൻ്റെ വാല്യൂ വലുതാണെന്ന് കരുതുക. സോ വി സി എമ്മിൻ്റെ വാല്യൂ വലുതാണ്, ആര് ചെറുതാണ്? ആർ ഒമേഗ ചെറുതാണ്. അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിന് എങ്ങോട്ടായിരിക്കും മോഷൻ ഉണ്ടാകുന്നത്? ഇങ്ങോട്ട് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാകും. ശരിയല്ലേ? കാരണം എന്താണ്? ഇവിടുത്തെ വെലോസിറ്റി വെക്ടർ വലുതാണ്. ശരിയല്ലേ? ഇതൊരു വടം വലിയാണ്. ഇവിടെ ആരാണ് ജയിച്ചത്? ഇവൻ ജയിച്ചു. കാരണം എന്താണ്? ഇവിടുത്തെ വാല്യൂ വലുതാണ്. അതുകൊണ്ട് ഈ പോയിന്റിന് എങ്ങോട്ട് പോകാനൊരു ടെൻഡൻസി കാണും? മുന്നേക്ക് പോകാനൊരു ടെൻഡൻസി കാണും. ശരിയല്ലേ? അതായത് റോളിംഗ് സമയത്ത് ഈ പോയിന്റ് എങ്ങോട്ട് തെന്നിപ്പോകും? മുന്നോട്ട് തെന്നി നീങ്ങാനൊരു പ്രവണത കാണും. ശരിയല്ലേ? മുന്നോട്ട് തെന്നി നീങ്ങാനൊരു ടെൻഡൻസി കാണും. എങ്കിൽ ഇത്തരം സ്ലിപ്പിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് സ്ലിപ്പിംഗ്. സോ ഫോർവേഡ് സ്ലിപ്പിങ്ങിലാണെങ്കിൽ വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ വാല്യൂ വലുതായിരിക്കും. ആരെക്കാളും? ആർ ഒമേഗയെക്കാളും. ശരിയല്ലേ? അതിൻ്റെ ഫലമായിട്ട് പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിന് മുന്നോട്ട് തെന്നി നീങ്ങാനൊരു പ്രവണത കാണും. ശരിയല്ലേ? അപ്പോൾ ബോഡി ആണെങ്കിൽ മുന്നോട്ട്, അല്ലെങ്കിൽ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ആണെങ്കിൽ മുന്നോട്ട് തെന്നി നീങ്ങിക്കഴിഞ്ഞാൽ ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? എങ്ങോട്ടാണോ തെന്നി നീങ്ങുന്നത് അതിന് ഓപ്പോസിറ്റ് എന്ത് ചെയ്യും? ഫ്രിക്ഷൻ ആക്ട് ചെയ്യും. ശരിയല്ലേ? ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യുന്നത്? ബാക്ക്വേർഡ്. ശരിയല്ലേ? ബോഡി മുന്നോട്ട് തെന്നി നീങ്ങുമ്പോൾ ഫ്രിക്ഷൻ ബാക്ക്വേർഡ് ആക്ട് ചെയ്യും. സോ ഫ്രിക്ഷൻ ആക്ട്സ് ബാക്ക്വേർഡ്സ്. സോ ഫ്രിക്ഷൻ ബാക്ക്വേർഡിലേക്ക് ആക്ട് ചെയ്യും. അങ്ങനെ ബോഡി മുന്നോട്ട് തെന്നി നീങ്ങും. എങ്കിൽ ഇത്തരം സ്ലിപ്പിങ്ങിനെ വിളിക്കുന്ന പേരാണ് ഫോർവേഡ് സ്ലിപ്പിംഗ്. ഓക്കെ ആണല്ലോ? നമുക്ക് നോക്കാം എന്താണ് ബാക്ക്വേർഡ് സ്ലിപ്പിംഗ് എന്ന്. ശരിയല്ലേ? സോ നമുക്ക് ഉറപ്പായിട്ടും അറിയാം എന്താണ് ബാക്ക്വേർഡ് സ്ലിപ്പിംഗ് എന്ന്. എന്തായിരിക്കും? വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസിൻ്റെ വാല്യൂ ചെറുതായിരിക്കും. ആരായിരിക്കും വലുത് ഇവിടെ? ആർ ഒമേഗൻ്റെ വാല്യൂ വലുതായിരിക്കും. ശരിയല്ലേ? അപ്പോൾ ആരാ വലുതാവും? ബാക്കിലേക്കുള്ള വെലോസിറ്റി വലുതാകും. ശരിയല്ലേ? സോ ഇത് വടം വലിയിൽ ആര് ജയിക്കും? ഈ ബാക്കിലേക്കുള്ള വെലോസിറ്റി വെക്ടർ ജയിക്കും. അതിൻ്റെ ഫലമായിട്ട് ഈ പോയിന്റിന് എങ്ങോട്ട് നെറ്റ് വെലോസിറ്റി കിട്ടും? ബാക്കിലോട്ട് നെറ്റ് വെലോസിറ്റി കിട്ടും. ശരിയല്ലേ? അതായത് ഈ പോയിന്റ് ബാക്കിലേക്ക് നിരങ്ങാൻ നോക്കും. ശരിയാണോ? അങ്ങനെ ബാക്കിലേക്ക് നിരങ്ങുന്നതിൻ്റെ ഫലമായിട്ട് ഫ്രിക്ഷൻ എങ്ങോട്ട് ആക്ട് ചെയ്യും? ഫ്രിക്ഷൻ മുന്നോട്ട് ആക്ട് ചെയ്യും. ശരിയല്ലേ? സോ നിങ്ങളുടെ സൈക്കിളിൻ്റെ ഒക്കെ ആണെങ്കിൽ ബാക്ക് വീൽ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അവിടെ എങ്ങനെ ബോഡി എങ്ങോട്ട് നീങ്ങും? ബോഡി ആണെങ്കിൽ മുന്നോട്ട് ഉരുളുമ്പം ഫ്രിക്ഷനും മുന്നോട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. നമ്മൾ എന്താണ് പഠിച്ചത്? എങ്ങോട്ടാണോ ബോഡി നീങ്ങുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഫ്രിക്ഷൻ എന്നാണ്. ശരിയല്ലേ? പക്ഷെ നോക്കേ, ഈ കേസിൽ ബോഡി മുന്നോട്ടാണ് ഉരുളുന്നത്. പക്ഷേ ഈ പോയിന്റിന് എങ്ങോട്ടാണ് മോഷൻ? ഈ പോയിന്റിന് ബാക്കിലേക്കാണ് മോഷൻ. അതുകൊണ്ട് ഫ്രിക്ഷൻ ഫോർവേഡ് ആക്ട് ചെയ്യും. ശരിയല്ലേ? സോ ഇങ്ങനെയും സിറ്റുവേഷൻ വരാം. ശരിയല്ലേ? സോ കോൺസെപ്റ്റ് മനസ്സിലായല്ലോ? ഈ പോയിന്റിന് വെലോസിറ്റി വെക്ടർ നെറ്റ് വെലോസിറ്റി ബാക്കിലേക്ക് ആക്ട് ചെയ്യും. ശരിയല്ലേ? സോ നെറ്റ് വെലോസിറ്റി ബാക്കിലേക്ക് ആക്ട് ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ഈ ബോഡി ബാക്കിലേക്ക് നിരങ്ങാൻ നോക്കും. അങ്ങനെ ബാക്കിലേക്ക് സ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഫ്രണ്ടിലോട്ട്. സോ ബോഡി റൊട്ടേറ്റ് ചെയ്യുന്നത് ഫ്രണ്ടിലേക്കാണ്. ശരിയല്ലേ? ഉരുണ്ട് മുന്നോട്ടാണ് പോകുന്നത്. ഫ്രിക്ഷൻ എങ്ങോട്ടായിരിക്കും? ഫ്രണ്ടിലോട്ടായിരിക്കും. ശരിയല്ലേ? സോ നമുക്ക് പറയാം, സോ ഫ്രിക്ഷൻ ആക്സ് ഫോർവേഡ്. ശരിയല്ലേ? എങ്കിൽ ഇത്തരം റോളിംഗ് മോഷനെ വിളിക്കുന്ന പേരാണ് റോളിംഗ് വിത്ത് സ്ലിപ്പിംഗ്. ശരിയല്ലേ? ഇപ്പോൾ റോളിംഗ് വിത്ത് സ്ലിപ്പിങ്ങിൽ ആരും ഈക്വൽ ആയിരിക്കത്തില്ല. ആർ ഒമേഗയും വി സി എമ്മും തുല്യമായിരിക്കത്തില്ല. അതിൻ്റെ ഫലമായിട്ട് ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിന് ഒരു നെറ്റ് വെലോസിറ്റി കാണുകയും അത് മുന്നോട്ടോ അല്ലെങ്കിൽ ബാക്കിലോട്ടോ സ്ലിപ്പ് ചെയ്യുകയും ചെയ്യും. ശരിയല്ലേ? പ്യൂർ റോളിംഗ് മോഷൻ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. കാരണം എന്താണ്? അവിടുത്തെ ഈ ആർ ഒമേഗയും വി സി എമ്മും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് അത് ക്യാൻസലായി പോകും. സോ ഈ പോയിന്റ് ഓഫ് കോണ്ടാക്റ്റിന് വെലോസിറ്റി 0 ആയിരിക്കും. അതുപോലെ ഫ്രിക്ഷനും 0 ആയിരിക്കും. ശരിയല്ലേ? ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. പ്യൂർ റോളിംഗ് മോഷൻ ഓഫ് എ ബോഡി ഓൺ ആൻ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അതായത് നമുക്ക് ഇവിടെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ചരിഞ്ഞ പ്രതലം. ശരിയല്ലേ? സോ ഇവിടെയാണെങ്കിൽ ഞാനൊരു ബോളിനെ വെക്കാൻ പോവുകയാണ്. ബോളിൻ്റെ മാസാണ് എം. സോ എം മാസുള്ള ബോൾ ഇവിടെ ഇരിക്കുകയാണ്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഇത്രയും ഹൈറ്റ്, ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണെന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ഈ ബോളിന് എന്ത് എനർജി കാണും? പൊട്ടൻഷ്യൽ എനർജി കാണും. ശരിയല്ലേ?
സോ ഈ പോയിന്റിൽ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. എത്രയാണ്? mgh. ശരിയല്ലേ? ഈ ബോഡി റെസ്റ്റിലാണ്, അനങ്ങാതിരിക്കുകയാണ്. അതുകൊണ്ടാണെങ്കിൽ കൈനറ്റിക് എനർജി ഒന്നുമില്ല. സോ ഈ ബോളിൻ്റെ ആകെ എനർജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജിയായ mgh ആണ്. ശരിയല്ലേ? സോ ഈ പോയിന്റിലെ ടോട്ടൽ എനർജിയാണ് mgh. ഓക്കെ ആണല്ലോ? ഇനിയാണെങ്കിൽ ഈ ബോൾ താഴേക്ക് ഉരുണ്ടു പോകാൻ പോവുകയാണ്. സോ ഈ ബോൾ താഴേക്ക് ഉരുണ്ടുരുണ്ട് പോവുകയാണ്. അങ്ങനെയെങ്കിൽ ബോട്ടം പോയിന്റ് എത്തുന്നതിന് തൊട്ട് മുന്നേ ഈ പോയിന്റിൽ തറയിലെത്തുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പോയിന്റ് ആണ് ഈ പോയിന്റ്. ഈ പോയിന്റിൽ ബോളിന് എന്തൊക്കെ ഉണ്ട്? റൊട്ടേഷണൽ വെലോസിറ്റി ഉണ്ട്. ശരിയല്ലേ? ഒമേഗയുണ്ട്. അതുപോലെ ട്രാൻസ്ലേഷൻ വെലോസിറ്റി ഉണ്ട്, വി ഉണ്ട്. ശരിയല്ലേ? സോ ഈ ബോൾ കറങ്ങും. അതുപോലെ ഈ പോയിന്റ് എന്ത് ചെയ്യും? നിരങ്ങും. കാര്യം എന്താണ്? റോളിംഗ് മോഷനാണ്. റോളിംഗ് മോഷനിൽ റൊട്ടേഷണൽ മോഷനുമുണ്ട്, അതുപോലെ ട്രാൻസ്ലേഷൻ മോഷനുമുണ്ട്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ ഈ പോയിന്റിൽ എത്ര തരം കൈനറ്റിക് എനർജി ഉണ്ട്? 2 തരമുണ്ട്. ശരിയല്ലേ? ഏതൊക്കെയാണ്? കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ മോഷൻ, അതുപോലെ കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ മോഷൻ. സോ ഈ പോയിന്റിൽ 2 കൈനറ്റിക് എനർജി ഉണ്ട്. സോ ആകെ എനർജി എന്ന് പറയുന്നത് ഈ പോയിന്റിൽ കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ പ്ലസ് കൈനറ്റിക് എനർജി റൊട്ടേഷൻ ആണ്. ശരിയല്ലേ? പക്ഷേ ഈ പോയിന്റിൽ എത്രയായിരുന്നു? ഇവിടെയാണെങ്കിൽ mgh മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിയല്ലേ? സോ കൺസർവേഷൻ ഓഫ് എനർജി അനുസരിച്ച് നമുക്ക് പറയാം ഇവിടെ ഉണ്ടാകുന്ന എനർജിയും ഇവിടുത്തെ എനർജി എന്തായിരിക്കണം? തുല്യമായിരിക്കണം. ശരിയല്ലേ? സോ നമുക്ക് പറയാം mgh, ഇവിടുത്തെ എനർജി mgh ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു ആർക്ക് ഈക്വൽ ആയിരിക്കണം? കൈനറ്റിക് എനർജി ട്രാൻസ്ലേഷൻ പ്ലസ് കൈനറ്റിക് എനർജി റൊട്ടേഷൻ. ശരിയല്ലേ? സോ ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി എത്രയാണത്? ഹാഫ് mv². ശരിയല്ലേ? സോ നമുക്ക് എഴുതാം mgh വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് mv². ശരിയാണോ? പ്ലസ് കൈനറ്റിക് എനർജി റൊട്ടേഷൻ നമ്മൾ പഠിച്ചായിരുന്നു. എത്രയാണ്? ഹാഫ് i ω². ശരിയല്ലേ? ഈ i എന്താണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ. നമുക്ക് i യെ മാറ്റിക്കൂടെ? i ഈസ് ഈക്വൽ ടു mk². ശരിയല്ലേ? മൊമെന്റ് ഓഫ് ഇനർഷ്യയുടെ ജനറൽ ഇക്വേഷൻ ആണ് i ഈസ് ഈക്വൽ ടു mk². ഇനി ഒമേഗ എന്താണ്? അതിനെ മാറ്റിക്കൂടെ? നമുക്കറിയാം v ഈസ് ഈക്വൽ ടു r ഒമേഗയാണ്. ശരിയല്ലേ? r ഇതിൻ്റെ റേഡിയസ് ആണ്. r എന്ന് പറയുന്നത് ഈ ബോളിൻ്റെ റേഡിയസ് ആണ്. ഒമേഗ എന്ന് പറയുന്നത് അതിൻ്റെ ആംഗുലർ വെലോസിറ്റി ആണ്. ശരിയല്ലേ? സോ പ്യുവർ റോളിംഗ് മോഷനിലാണെങ്കിൽ ഈ വിയും അതുപോലെ ഈ ആർ ഒമേഗയും തുല്യമായിരിക്കും. ശരിയല്ലേ? സോ പ്യുവർ റോളിംഗ് മോഷനിലായതുകൊണ്ടാണ് നമുക്കിങ്ങനെ എഴുതാൻ പറ്റിയത്. ശരിയല്ലേ? സോ പ്യുവർ റോളിംഗ് മോഷനിൽ ഈ സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റിയും അതുപോലെ ആർ ഒമേഗയും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഒമേഗ എന്ന് പറയുന്നത് v/r ആണ്. ശരിയല്ലേ? സോ നമുക്ക് അത് മാറ്റി എഴുതാം. mgh എന്ന് പറയുന്നത് mgh which is equal to half mv² പ്ലസ് ഐക്ക് പകരം പറയാം mk². ശരിയല്ലേ? ഇനി ഒമേഗ എന്താണ്? v/r ആണ്. സോ v² ഡിവൈഡ് ബൈ r². ശരിയാണല്ലോ? സോ ഇവിടെ എല്ലാം ആര് കോമൺ ആയിട്ടുണ്ട്? ഒരു m ഉണ്ട്. ശരിയല്ലേ? സോ ഈ m എല്ലാം നമുക്ക് ക്യാൻസൽ ആയി കളയാം. ശരിയാണോ? സോ ഇവിടെ ബാക്കി എന്തുണ്ട്? gh വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്കിതിൽ നിന്നും ആരെ കോമൺ എടുക്കാം? ഹാഫ് v² കോമൺ എടുക്കാം. ശരിയല്ലേ? സോ ഇവിടെ എന്തുണ്ട്? 1 ഉണ്ട്. പ്ലസ് ഇവിടെ എന്തുണ്ട്? ഹാഫ് v² പോയി കഴിഞ്ഞാൽ k² ഡിവൈഡ് ബൈ r² എന്നുണ്ട്. ശരിയല്ലേ? നമുക്ക് എന്താണ് വേണ്ടുന്നത്? ഈ പോയിന്റിലെ വെലോസിറ്റി കണ്ടുപിടിക്കാം ആദ്യമേ. ശരിയല്ലേ? സോ ഈ പോയിന്റിൽ ബോട്ടം പോയിന്റിൽ എന്തുമാത്രം ട്രാൻസ്ലേഷണൽ വെലോസിറ്റി ഉണ്ടെന്ന് നോക്കാം. സോ ഇങ്ങോട്ട് മാറ്റി എഴുതാം. നമുക്ക് v² ആണ് വേണ്ടുന്നത്. ബാക്കിയെല്ലാം ഇവിടെ കൊണ്ടുപോകാം. ശരിയല്ലേ? ഈ 2 ഇവിടെ കൊണ്ടുവന്നിട്ട് മാറും 2gh. ശരിയല്ലേ? 2gh എന്ന് വരും. ഇതാണെങ്കിൽ താഴെ വരും ഡിവൈഡ് ബൈ 1 പ്ലസ് k² ഡിവൈഡ് ബൈ r². ശരിയാണോ? വിച്ച് ഈസ് ഈക്വൽ ടു, ബാക്കി ഇവിടെ എന്ത് കിടപ്പുണ്ട്? v². സോ നമുക്ക് v അല്ലേ വേണ്ടുന്നത്. സോ v വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh ഡിവൈഡ് ബൈ 1 പ്ലസ് k² ഡിവൈഡ് ബൈ r² എന്ന് വരും. ശരിയല്ലേ? സോ ഈ പോയിന്റിലെ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയാണെങ്കിൽ നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കേ. ഇവിടെയാണെങ്കിൽ നമുക്ക് കിട്ടും റൂട്ട് ഓഫ് 2gh. ശരിയല്ലേ? ഇതെന്താണ്? ഒരു ഫ്രീലി ഫോളിംഗ് ബോഡി ആണെങ്കിൽ താഴേക്ക് വീഴുകയാണ്. താഴെ വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള വെലോസിറ്റിയാണ് റൂട്ട് ഓഫ് 2gh. ശരിയല്ലേ? ഇനി ഈ വെലോസിറ്റിയുടെ പ്രത്യേകത നോക്കാം നമുക്ക്. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ വീണ്ടും ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്.
അവിടെയാണെങ്കിൽ ഒരു ബോഡി ഉണ്ട്. ആ ബോഡി ആണെങ്കിൽ സ്ലൈഡ് ചെയ്യാൻ പോവുകയാണ്, ശരിയല്ലേ, നിരങ്ങിപ്പോകാൻ പോവുകയാണ്. സോ ഹൈറ്റ് സെയിം ആയിരുന്നു, എച്ച് ആണ്, അത് നിരങ്ങി താഴോട്ട് പോവുകയാണ്. ഞാനൊരു പോയിന്റ് എടുത്തിരിക്കുകയാണ്, ഞാൻ ഈ പോയിന്റ് നിർത്തിയേക്കുവാണ്. ആക്ച്വലി ഈ ബോഡി എന്ത് ചെയ്യും, നിരങ്ങി താഴോട്ട് പോകും, ശരിയല്ലേ. ഈ പോയിന്റിലാണെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നടുക്കാണ്, ശരിയല്ലേ. ഭൂമിയാണെങ്കിൽ നേരെ എന്ത് ചെയ്യും, താഴോട്ട് വലിക്കും. സോ ഇതാണ് ഫോഴ്സ് എം ജി, ശരിയാണോ? ഈ എം ജി നമുക്ക് രണ്ട് കമ്പോണൻസ് എടുത്തിരിക്കാം. നമ്മളിത് ലോസ് ഓഫ് മോഷനിൽ പഠിച്ചതാണ്. ഇത് തീറ്റ ആണെങ്കിൽ, ശരിയല്ലേ. സോ ഈ ആംഗിൾ എത്രയാണ്, സെയിം ആംഗിൾ തന്നെയാണ്, എത്രയാണ്, തീറ്റ. ഇത് തീറ്റ ആണെങ്കിൽ ഇത് തീറ്റ ആയിരിക്കും, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, ശരിയല്ലേ. ഇതെന്താണ്, എം ജി കോസ് തീറ്റ. ഇതെന്താണ്, എം ജി സൈൻ തീറ്റ, ശരിയല്ലേ. ഇനി ഈ എം ജി കോസിൽ എന്ത് ചെയ്യും, നോർമൽ റിയാക്ഷൻ ഉണ്ടാക്കും, ശരിയല്ലേ. എൻ എന്ന് പറയുന്ന നോർമൽ റിയാക്ഷൻ ഉണ്ടാക്കും. അതുപോലെയാണെങ്കിൽ ഈ എം ജി സൈൻ തീറ്റ ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഫ്രിക്ഷൻ ബാക്കിലേക്ക് ആക്ട് ചെയ്യും, ശരിയല്ലേ. സോ സ്ലൈഡിങ് മോഷനിൽ നമുക്ക് മനസ്സിലാക്കേണ്ട എന്താണ്, സ്ലൈഡിങ് മോഷനിൽ നേരത്തെ റോളിംഗ് മോഷൻ ആയിരുന്നു, ശരിയല്ലേ. സ്ലൈഡ് ചെയ്യുമ്പോൾ എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്, ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ. അതുപോലെ ഇവിടുത്തെ ഫോഴ്സ് എത്രയാണ്, ഈ ബോഡിയെ താഴോട്ട് വലിച്ചുകൊണ്ട് പോകുന്ന ഫോഴ്സ് എത്രയാണ്, എഫ് ഈസ് ഈക്വൽ ടു, താഴോട്ട് വലിച്ചുകൊണ്ടുവന്ന ഫോഴ്സ് എഫ് ഈസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റയാണ്, ശരിയല്ലേ. അങ്ങനെയെങ്കിൽ താഴേക്കുള്ള ആക്സലറേഷൻ എത്രയാണ്, നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഡിവൈഡ് ബൈ മാസ് ആണ്, ശരിയല്ലേ. സോ വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എത്രയാണ്, എം ജി സൈൻ തീറ്റ, ശരിയല്ലേ, ഡിവൈഡ് ബൈ മാസ് എം, ക്യാൻസലായി പൊതുലെ എമ്മും ഭാഗ്യത്തിനുണ്ട് ജി സൈൻ തീറ്റ, ശരിയല്ലേ. സോ ഈ ബോഡിയാണെങ്കിൽ താഴോട്ട് കൊണ്ടുപോയ ആക്സലറേഷൻ ആണ് ജി സൈൻ തീറ്റ. സോ ബോഡിയുടെ സെൻറ്റർ ഓഫ് മാസിൻ്റെ ആക്സലറേഷൻ ആണ് ജി സൈൻ തീറ്റ. എന്തൊരു മോഷനിൽ, സ്ലൈഡിങ് മോഷനിൽ. എങ്കിൽ സ്ലൈഡിങ് മോഷനിൽ നമുക്ക് വെലോസിറ്റി പിടിച്ചൂടെ, ഏറ്റവും ബോട്ടം മൂല്യത്തുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റി പിടിക്കാം, ശരിയല്ലേ. സോ ആക്സലറേഷൻ എന്ന് പറയുന്നത് ജി സൈൻ തീറ്റയാണ്. നമുക്കറിയാം വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എസ് എന്താണ്, ഈ ഡിസ്റ്റൻസ് ആണ്, ഇങ്ങനെ താഴോട്ട് വന്നേല്ലേ, ഈ ഫുൾ ഡിസ്റ്റൻസ് എത്രയാണ്, എസ് ആണ്, ശരിയല്ലേ. വി സ്ക്വയർ നമുക്കതാണ് കണ്ടുപിടിക്കേണ്ടത്, വി സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ. ഇനിഷ്യലി എന്തിലായിരുന്നു, റെസ്റ്റിലായിരുന്നു, ശരിയല്ലേ. അതുകൊണ്ട് യുവിൻ്റെ വാല്യൂ 0 പ്ലസ് 2 എ എത്രയാണ്, ജി സൈൻ തീറ്റ, ജി സൈൻ തീറ്റ ഇൻറ്റു എസ്. നമുക്ക് എസിനെ മാറ്റി എഴുതാം, ശരിയല്ലേ. സോ ഇതിൻ്റെ ആണെങ്കിൽ, ഈ ട്രയാങ്കിളിൻ്റെ ആണെങ്കിൽ ഹൈപ്പോട്ന്യൂസ് ആണ് എസ് എന്ന് പറയുന്നത്, ശരിയല്ലേ. നമുക്ക് ഇവിടെ സൈൻ തീറ്റ എടുക്കാം, സൈൻ തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്, എച്ച് ഡിവൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് എസ്. സോ എസ് ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡ് ബൈ സൈൻ തീറ്റ, ശരിയല്ലേ. എസ് ഈസ് ഈക്വൽ ടു, എസ് ഇവിടെ വരും, സൈൻ തീറ്റ ഇവിടെ വരും, എസ് ഈസ് ഈക്വൽ ടു എച്ച് ബൈ സൈൻ തീറ്റ. സോ എച്ച് ഡിവൈഡ് ബൈ സൈൻ തീറ്റ, ഇവിടെ ഈ സൈൻ തീറ്റയും ക്യാൻസൽ ആകും. സോ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2gh എന്ന് വരും, ശരിയല്ലേ. സോ വി ഈസ് ഈക്വൽ എന്തായിരിക്കും, റൂട്ട് ഓഫ് 2gh. സോ നമുക്ക് ആരെ കിട്ടിക്കഴിഞ്ഞു, ഈ ബ്ലോക്ക് ഈ പോയിന്റ് വരുമ്പോൾ ഉണ്ടാവുന്ന വെലോസിറ്റിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, ഫൈനൽ വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു, ശരിയല്ലേ. എത്രയാണ്, റൂട്ട് ഓഫ് 2gh. സോ ബ്ലോക്ക് ആണെങ്കിൽ ഏറ്റവും താഴെ വരുമ്പോൾ, നിരങ്ങി താഴെ വരുമ്പോൾ ഉള്ള വെലോസിറ്റിയാണ് റൂട്ട് ഓഫ് 2gh. അതിൻ്റെ കൂടെ 1/k² ഡിവൈഡ് ബൈ r² ഡിവൈഡ് ചെയ്യുമ്പോൾ, ഈ ടേം ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആരെ കിട്ടും, നമുക്ക് റോളിംഗ് മോഷനിൽ ഉണ്ടാകുന്ന വെലോസിറ്റി കിട്ടും, ശരിയല്ലേ. സോ ട്രാൻസ്ലേഷൻ മോഷനും റോളിംഗ് മോഷനും തമ്മിൽ ഉള്ള റിലേഷൻ എന്താണ്, ട്രാൻസ്ലേഷൻ മോഷൻ്റെ ഇക്വേഷൻസിൻ്റെ കൂടെയാണെങ്കിൽ റൂട്ട് ഓഫ് 1+k² ഡിവൈഡ് ബൈ r² ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, റൊട്ടേഷൻ മോഷനിലെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് കിട്ടും, ശരിയല്ലേ. അങ്ങനെയെങ്കിൽ ഈ റോളിംഗ് മോഷനിലെ ആക്സലറേഷൻ കണ്ടുപിടിക്കാമല്ലോ, അത് എത്രയായിരിക്കും, നമുക്കറിയാം ട്രാൻസ്ലേഷൻ മോഷൻ ആക്സലറേഷൻ എത്രയാണ്, ജി സൈൻ തീറ്റയാണ്, ശരിയല്ലേ. അങ്ങനെയെങ്കിൽ ആക്സലറേഷൻ ഓഫ് റോളിംഗ് മോഷൻ എന്ന് പറയുന്നത്, ഈ റോളിംഗ് മോഷനിലെ ഇവിടുത്തെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ജി സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1+k² ഡിവൈഡ് ബൈ r² ആയിരിക്കും, ശരിയല്ലേ. സോ ജി സൈൻ തീറ്റ ഡിവൈഡ് ബൈ 1+k² ഡിവൈഡ് ബൈ r² ആണ് എന്ത്, ഇവിടുത്തെ ആക്സലറേഷൻ, ശരിയല്ലേ. ഇനി ഈ ബോഡി ഇവിടെ നിന്നും ഉരുണ്ട് താഴെ വീഴാൻ എത്ര സമയമെടുത്തു, സമയം എന്ന് പറഞ്ഞാൽ ടി ആണ്, നമുക്ക് ടി കണ്ടുപിടിക്കാം, ശരിയല്ലേ. എസ് ഈസ് ഈക്വൽ ടു ut പ്ലസ്
ഹാഫ് എ ടി സ്ക്വയർ ആണ്. ശരിയല്ലേ? യുവിൻ്റെ വാല്യൂ 0 ആണ്. സോ 0 പ്ലസ് ശരിയല്ലേ ഹാഫ്. സോ ഇപ്പോൾ നമുക്ക് എ തന്നെ കൊടുക്കാം ഇൻറ്റു ടി സ്ക്വയർ. ശരിയല്ലേ? നമുക്ക് എന്താണ് വേണ്ടുന്നത്? ടീൻ്റെ വാല്യൂ ആണ് വേണ്ടുന്നത്. സോ നമുക്ക് ഇവിടെ കൊണ്ടുവരാം. എസ് ഈസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ. ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു 2s ഡിവൈഡ് ബൈ എ. ടി വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2s ഡിവൈഡ് ബൈ എ. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2 അതുപോലെ എഴുതി. എസിന് പകരം എന്ത് പറയാം? എച്ച് ബൈ സൈൻ തീറ്റ. ശരിയല്ലേ? എച്ച് ഡിവൈഡ് ബൈ സൈൻ തീറ്റ. ശരിയാണോ? ഇനി ഡിവൈഡ് ബൈ എ ഉണ്ട്. എ എത്രയാണ്? ജി സൈൻ തീറ്റ. സോ ഇവിടെ ജി സൈൻ തീറ്റ സൈൻ സ്ക്വയർ ആയിട്ട് മാറും. ശരിയല്ലേ? ഈ ടേം മുകളിൽ വരും. എത്രയാണ്? 1 പ്ലസ് കെ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ. ശരിയാണോ? സോ താഴെ വരുവാൻ ആവശ്യമായ ഈ ബോളാണെങ്കിൽ താഴെ വരാൻ ആവശ്യമായ സമയമാണ് റൂട്ട് ഓഫ് 2h ഇൻറ്റു 1 പ്ലസ് കെ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ ഡിവൈഡ് ബൈ ജി സൈൻ സ്ക്വയർ തീറ്റ. ശരിയല്ലേ? സോ നമുക്ക് ഒരു ബോഡി ആണെങ്കിൽ താഴെ വന്നപ്പോൾ അതിൻ്റെ വെലോസിറ്റി കണ്ടുപിടിച്ചു. ഇതതിൻ്റെ വെലോസിറ്റിയാണ്. അതുപോലെ എൻ്റെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു. അതുപോലെ അതിനാവശ്യമായ സമയവും കണ്ടുപിടിച്ചു. ശരിയല്ലേ? ഈ 3 ടേമും നമുക്ക് ആവശ്യമുള്ള 3 കാര്യങ്ങളാണ്. സോ ഇവിടെ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ഉണ്ട്. ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ ആണെങ്കിൽ ഒരു ബോഡി റോൾ ചെയ്തായിട്ട് പോവുകയാണ്. ശരിയല്ലേ? അങ്ങനെ റോൾ ചെയ്യുമ്പോൾ ആ ബോഡിയുടെ ഏറ്റവും ബോട്ടത്തുള്ള വെലോസിറ്റി എത്രയാണ്, അതിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്, അതുപോലെ താഴോട്ട് വരാൻ ആവശ്യമായ സമയം എത്രയാണ്, ഇതിൻ്റെ 3ൻ്റെയും ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. ശരിയല്ലേ? നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ ഇത് സോൾവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് രണ്ടും എക്സസൈസിലുണ്ട്. ശരിയല്ലേ? സോ നിങ്ങൾ 3ഉം അറിഞ്ഞിരിക്കേണ്ട 3 ഇക്വേഷൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഇക്വേഷൻ ആണ്. ബാക്കി 2 ഇക്വേഷൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. കാരണം നിങ്ങളുടെ NCERT ടെക്സ്റ്റിൽ എക്സസൈസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത് രണ്ടും. ഇനി നോക്കണം, ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് ഏത് ആംഗിളിലായാലും ഏത് ഇൻക്ലിനേഷനിലായാലും വെലോസിറ്റി എത്രയായിരിക്കും? അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ശരിയല്ലേ? സോ ഏത് ഇൻക്ലിനേഷനിലായാലും വെലോസിറ്റിയുടെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? തീറ്റൻ്റെ വാല്യൂ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ ആക്സിലറേഷൻ അങ്ങനെയാണോ? അല്ല. തീറ്റ കൂടുന്നതനുസരിച്ച് ആക്സിലറേഷൻ കൂടും. ശരിയല്ലേ? സോ തീറ്റ കൂടുന്നതനുസരിച്ച് തീറ്റൻ്റെ വാല്യൂ ആണെങ്കിൽ കൂടിക്കഴിഞ്ഞാൽ, ചരിവ് കൂടിക്കഴിഞ്ഞാൽ ആക്സിലറേഷനും കൂടും. അതുപോലെയാണെങ്കിൽ ടി ആണെങ്കിലോ, തീറ്റ കൂടുന്നതനുസരിച്ച് ടീൻ്റെ വാല്യൂ കുറഞ്ഞു പോകും. ശരിയല്ലേ? ഇവിടെ താഴെയിൽ കിടക്കുന്ന ഡിനോമിനേറ്ററിൽ കിടക്കുന്നേ. അതുകൊണ്ട് തീറ്റിൻ്റെ വാല്യൂ കൂടുന്നതനുസരിച്ച് ടീൻ്റെ വാല്യൂ കുറഞ്ഞു പോകും. അതായത് പെട്ടെന്നെത്തും. ശരിയല്ലേ? ഇനി ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ 4 വ്യത്യസ്തങ്ങളായ ബോഡീസ് ഉണ്ട്. ഏതൊക്കെയാണ്? സോളിഡ് സ്പിയർ ഉണ്ട്, ഡിസ്ക് ഉണ്ട്, ഹോളോ സ്പിയർ ഉണ്ട്, റിംഗ് ഉണ്ട്. എല്ലാത്തിൻ്റെയും മാസ് സെയിം ആണ്. എല്ലാത്തിനും m മാസ് ഉണ്ട്. എല്ലാത്തിൻ്റെയും മാസ് സെയിം ആണ്. അതുപോലെ റേഡിയസും സെയിം ആണ്. എല്ലാത്തിനും റേഡിയസ് എത്രയാണ്? 6 ആണ് എല്ലാത്തിൻ്റെയും റേഡിയസ്. ഓക്കെ ആണല്ലോ? സോ മാസും റേഡിയസും ഒക്കെ തന്നെ സെയിം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 ആൾക്കാരെ ഞാൻ ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ്റെ മുകളിൽ നിന്നും ഉരുട്ടി താഴോട്ട് വിടാൻ പോവുകയാണ്. റോൾ ചെയ്ത് വരാൻ പോവുകയാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും ആദ്യം താഴ്ത്തുന്നവരായിരിക്കും? അതായത് സമയം ഏറ്റവും കുറവ് ആർക്കായിരിക്കും? ശരിയല്ലേ? അവനല്ലേ ആദ്യം എത്തുന്നേ. നമുക്ക് നോക്കാം. എല്ലാവർക്കും 2 ഒരുപോലെയുണ്ട്, h ഒരുപോലെയാണ്, ജിയും സൈൻ തീറ്റയൊക്കെ ഒരുപോലെ തന്നെയാണ്. ശരിയല്ലേ? പിന്നെ ഇവിടെ റേഡിയസും ഒരുപോലെയാണ്. പിന്നെ ആരാണ് വ്യത്യാസം? റേഡിയസ് ഓഫ് ഗൈറേഷൻ, അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ശരിയല്ലേ? മൊമെന്റ് ഓഫ് ഇനേർഷ്യ I ഈസ് ഈക്വൽ ടു mk² ആണ്. ശരിയല്ലേ? സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ വ്യത്യാസപ്പെടുന്നതനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേർഷ്യയും മാറും. ശരിയല്ലേ? സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഒരു വസ്തുവിന് കൂടുതലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്തുമായിരിക്കും? കൂടുതലായിരിക്കും. സോ റേഡിയസ് ഓഫ് ഗൈറേഷൻ കൂടിക്കഴിഞ്ഞാൽ സമയം കൂടുതലെടുക്കും. ശരിയല്ലേ? സോ ആർക്കാണോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ അവൻ പതുക്കെ താഴെ വരത്തുള്ളൂ, കൂടുതൽ സമയം എടുക്കും. ശരിയല്ലേ? സോ ഇവിടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ നോക്കാമല്ലോ. ഇവിടെ എത്രയാണ്? 2/5 mr² ആണ്. ശരിയല്ലേ? ഇവിടെ എത്രയാണ്? ഹാഫ് mr² ആണ്. ശരിയാണോ? ഡിസ്കിൻ്റെ കേസിൽ ഹാഫ് mr² ആണ്. അതുപോലെ ഇവിടെ എത്രയാണ്? 2/3 mr² ആണ്. ശരിയല്ലേ? ഇത് ഹോളോ സ്പിയർ ആണ്. 2/3 mr² ആണ്. റിംഗ് ആണെങ്കിൽ mr² ആണ്. ശരിയല്ലേ? നമുക്ക് ഈ 2/5 ആണെങ്കിൽ നേരെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 0.4 mr² എന്ന് കിട്ടും. ശരിയല്ലേ? എത്രയാണ്? 0.5 mr² ആണ്. ശരിയാണോ? എത്രയാണ്? 0.66 എന്ന് വരും mr². എത്രയാണ്? mr². ശരിയല്ലേ? സോ നിങ്ങൾക്ക് ഈ വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ആർക്കാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലെന്ന്. ആർക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ? റിങ്ങിനാണ് ഏറ്റവും വലിയ മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ശരിയല്ലേ? അത് കഴിഞ്ഞിട്ടോ? അത് കഴിഞ്ഞിട്ട് ഹോളോ സ്പിയർ.
അത് കഴിഞ്ഞ് ഡിസ്ക്. ഏറ്റവും ചെറിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആർക്കാണ്? സോളിഡ് സ്പിയറിന്. ശരിയല്ലേ? സോ ഇവിടെ കെയിൻ്റെ വാല്യൂ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് ഗൈറേഷൻ ആർക്കാണ് ഏറ്റവും കുറവ്? ഏറ്റവും ചെറിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഉള്ളവരാണ്. അതായത് സോളിഡ് സ്പിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ വളരെ കുറവാണ്. സോ ഈ ഓർഡറിലാണ് കൂടിക്കൊണ്ടിരിക്കുന്ന മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ശരിയല്ലേ? ഏറ്റവും വലിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണിക്കുന്നത് റിംഗ് ആണ്. ഏറ്റവും ചെറിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കാണിക്കുന്നത് സോളിഡ് സ്പിയർ ആണ്. സോ ഇങ്ങനെ ഉരുട്ടി വിട്ട് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആർക്കാണോ അവൻ ആദ്യമെത്തും. അപ്പോൾ ആദ്യമെത്തുന്ന ആരാണ്? ഇവൻ ഫസ്റ്റ്, ഇവൻ സെക്കൻഡ്, ഇവൻ തേർഡ്, ഏറ്റവും ലാസ്റ്റ് എത്തുന്നത് റിംഗ് ആയിരിക്കും. ശരിയല്ലേ? ഇനി നമുക്ക് ടെക്സ്റ്റിലെ ഒരു എക്സസൈസ് ചെയ്യാം. നിങ്ങളുടെ ടെക്സ്റ്റിലെ സോൾഡ് എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സാമ്പിൾ 7.16. 3 bodies, a ring, a solid cylinder and a solid sphere roll down the same inclined plane without slipping. ശരിയല്ലേ? പ്യുവർ റോളിംഗ് മോഷൻ ആണ്. They start from rest. The radii of the bodies are the identical. Which of the bodies reach the ground with the maximum velocity? സോ നമുക്ക് എല്ലാത്തിനും വെലോസിറ്റി പിടിക്കണം. ശരിയല്ലേ? നമുക്കറിയാം വെലോസിറ്റി ഇക്വേഷൻ എന്താണ്? v which is equal to root of 2gh ഡിവൈഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. ശരിയല്ലേ? നമുക്ക് ഇതിനകത്ത് ആരെ കോൺസ്റ്റൻ്റ് ആണ്? 2gh1 ആർ സ്ക്വയർ. ശരിയല്ലേ? ഇത്രയും ഭാഗം കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ആരാണ് മാറുന്നത്? കെ സ്ക്വയർ ആണ് മാറുന്നത്. ശരിയല്ലേ? നമുക്കിവിടെ ആണെങ്കിൽ ആർ സ്ക്വയർ ബൈ കെ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ നമുക്ക് ആരൊക്കെയുണ്ട്? ആദ്യമേ ഉള്ളത് റിംഗ് ആണ്. ശരിയല്ലേ? റിങ്ങിൻ്റെ ഐ ഈസ് ഈക്വൽ എന്താണ്? എം ആർ സ്ക്വയർ എന്നാണ്. ശരിയല്ലേ? സോ ഇവിടെ കെക്ക് പകരം എന്താണ്? ആർ സ്ക്വയർ എന്നാണ്. ശരിയല്ലേ? നമ്മൾ ജനറൽ ഇക്വേഷൻ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ എന്നായിരുന്നു. ഇവിടെ കെ സ്ക്വയറിന് പകരം എന്താണ്? ആർ സ്ക്വയർ എന്നാണ്. സോ കെ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ആർ സ്ക്വയർ ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്തായിരിക്കും? 1 ആയിരിക്കും. ശരിയല്ലേ? സോ റിങ്ങിൻ്റെ കേസിൽ വെലോസിറ്റി ഓഫ് റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ടം പോർഷനിൽ റിങ്ങിൻ്റെ വെലോസിറ്റി റൂട്ട് ഓഫ് 2gh ഡിവൈഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് പറയണം? 1 സ്ക്വയർ എന്ന് പറയണം. അത് 1 എന്ന് പറയണം. ശരിയല്ലേ? സോ 1 പ്ലസ് 1 എന്താകും? 2 ആവും. ഈ 2 2 വെട്ടിപ്പോവും. സോ ആൻസർ അങ്ങനെ വരും വെലോസിറ്റി ഓഫ് റിംഗ് അറ്റ് ബോട്ടം വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് gh എന്ന് വരും. ശരിയല്ലേ? സോ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? റിങ്ങിൻ്റെ വെലോസിറ്റി കണ്ടുപിടിച്ചു. റൂട്ട് ഓഫ് gh എന്ന് വന്നു. സോളിഡ് സിലിണ്ടർ ആണെങ്കിൽ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 എന്ന് വരും. ശരിയല്ലേ? ഇവിടെ ആണെങ്കിൽ കെ സ്ക്വയറിന് പകരം എന്താ കിടക്കുന്നത്? ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. സോ കെ സ്ക്വയറിന് പകരം കിടക്കുന്ന ആരാണ്? ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എത്രയായിരിക്കും? കെ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ആർ സ്ക്വയർ ഇവിടെ വരുമ്പോൾ 1/2 എന്ന് വരും. ശരിയല്ലേ? സോ വെലോസിറ്റി ഓഫ് സോളിഡ് സിലിണ്ടർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 2gh നമ്മൾ അതുപോലെ എഴുതി ഡിവൈഡ് ബൈ 1 പ്ലസ് കെ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയറിന് പകരം പറയണം 1/2. 1 അര എത്രയാണ്? 1/2, അതായത് 3/2. ശരിയല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh ഡിവൈഡ് ബൈ 3/2. ഈ 2 മുകളിൽ വരും. സോ നമുക്ക് കിട്ടും റൂട്ട് ഓഫ് 4gh ഡിവൈഡ് ബൈ 3 എന്ന് വരും. ശരിയാണോ? സോ നമുക്ക് ഇതും കിട്ടിക്കഴിഞ്ഞു. ഇനി ആരാണ് ഉള്ളത്? ലാസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ സോളിഡ് സ്പിയർ ആണ്. ശരിയല്ലേ? സോ ഇക്വേഷൻ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് ഈക്വൽ ടു 2/5 mr സ്ക്വയർ. ശരിയല്ലേ? ജനറൽ ഇക്വേഷൻ എന്താണ്? ഐ ഈസ് ഈക്വൽ ടു എം കെ സ്ക്വയർ എന്നാണ്. ശരിയല്ലേ? സോ ഇവിടെ എം അതുപോലുണ്ട്. കെ സ്ക്വയറിന് പകരം നോക്കി ഇവിടെ എം അതുപോലുണ്ട്. കെ സ്ക്വയറിന് പകരം 2/5 ആർ സ്ക്വയർ എന്ന് പറയും. സോ 2/5 ആർ സ്ക്വയർ ആണ് കെ സ്ക്വയർ എന്ന് പറയുന്നത്. ശരിയല്ലേ? അങ്ങനെയെങ്കിൽ കെ സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ എന്താണ്? 2/5 ആണ്. ശരിയല്ലേ? സോ വെലോസിറ്റി ഓഫ് സോളിഡ് സ്പിയർ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh നമുക്ക് അത് എഴുതാം. 2gh ഡിവൈഡ് ബൈ 1 പ്ലസ് 2/5. ശരിയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2gh അതുപോലെ എഴുതി. ഇനി 1 പ്ലസ് 2/5 എത്രയാണ്? 7/5. ശരിയല്ലേ? ഇത് 5/5 എന്ന് എഴുതാം. സോ 5 പ്ലസ് 2 7 ആണ്. 7/5. 7/5. സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഇത് മുകളിൽ വരുമ്പം 10gh എന്ന് വരും ഡിവൈഡ് ബൈ 7 എന്ന് വരും. എങ്കിൽ ഇതിൽ മാക്സിമം വെലോസിറ്റി ആർക്കാണ്? മാക്സിമം വെലോസിറ്റി സോളിഡ് സ്പിയറിനാണ്. ശരിയല്ലേ?
ഇനി ഈ ചാപ്റ്ററിൽ ചോദിക്കാവുന്ന ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഏതെങ്കിലും ഒരു ഷേപ്പ് തരും. ഫോർ എക്സാമ്പിൾ ഒരു ഡിസ്ക് എന്ന് വിചാരിച്ചോ. ഇതൊരു ഡിസ്ക് ആണ്. ഈ ഡിസ്ക് ഇങ്ങനെ റോൾ ചെയ്യുകയാണ് എങ്കിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജിയും അതുപോലെ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയും തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? സോ ഇതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ആദ്യമേ ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി വേണം, ശരിയല്ലേ? സോ വിച്ച് ഈസ് ഈക്വൽ ടു ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജി എത്രയാണ്? ഹാഫ് എം വി സ്ക്വയർ ഡിവൈഡ് ബൈ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എത്രയാണ്? ഹാഫ് ഐ ഒമേഗ സ്ക്വയർ, ശരിയല്ലേ? ഇനി ഐൻ്റെ വാല്യൂ എന്താണ്? ഡിസ്ക് ആയതുകൊണ്ട് ഐ എം ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ആണ്. അതുപോലെ ഒമേഗ എന്താണ്? ഒമേഗ എന്ന് പറഞ്ഞാൽ വി ബൈ ആർ ആണ്, ശരിയല്ലേ? വി ഈസ് ഈക്വൽ ടു ആർ ഒമേഗയാണ്. ഒമേഗ ഈസ് ഈക്വൽ ടു വി ബൈ ആർ ആണ്. സോ നമുക്ക് ഈ ഹാഫും വെട്ടിക്കളയാം. എം വി സ്ക്വയർ ഡിവൈഡ് ബൈ ഐക്ക് പകരം എം ആർ സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു ഒമേഗ സ്ക്വയറിന് പകരം പറയാം വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ സ്ക്വയർ, ശരിയല്ലേ? ഈ ആർ സ്ക്വയറും ക്യാൻസൽ ആവും. ഈ എമ്മും ക്യാൻസൽ ആകും. ഈ വി സ്ക്വയറും ക്യാൻസൽ ആകും. ഈ 2 ആണെങ്കിൽ മുകളിൽ വരുമ്പോൾ ഇത് 1/2 അല്ലേ? ഇത് മുകളിൽ വരുമ്പോൾ 2 ആയിട്ട് മാറും. സോ 2/1. സോ വിച്ച് ഈസ് ഈക്വൽ ടു 2:1 എന്ന് ആൻസർ വരും, ശരിയല്ലേ? സോ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാം. സോ ഇതോടുകൂടിയാണെങ്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ എന്ന ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. നിങ്ങളുടെ NCERT ടെക്സ്റ്റിലുള്ള എല്ലാത്തരം കോൺസെപ്റ്റുകളും നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഉപകാരപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് അടുത്ത ചാപ്റ്ററുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.